ഹായ് ഫ്രണ്ട്സ്, ശരത്ത് ഫിഷിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് സ്റ്റിക്കായിട്ട് ഇറങ്ങിയതാണ്. ഒന്ന് ഇറങ്ങി നോക്കാം. ഇപ്പോൾ ഇവിടെ അങ്ങോട്ടൊക്കെ ചീപ്പ് തുറന്നുകൊണ്ട് തന്നെ നല്ല വെള്ളം പോയിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ള് മാടായിട്ടുണ്ട്. തീരെ വെള്ളമല്ല. നമുക്ക് എന്തായാലും ആ പാറപ്പുറത്തേക്ക് പോയാലേ കാര്യമുള്ളൂ. അവിടെയാണ് നമ്മൾ കാര്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് കുറച്ച് അപ്പുറത്തോട്ട് എറിഞ്ഞാലേ, നല്ല ആഴത്തിലേക്ക് എറിഞ്ഞാലേ മീൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകണം. അപ്പോൾ ഗൈസ്, നമ്മൾ ബൈറ്റ് റെഡിയാക്കുകയാണ്. ആദ്യം തന്നെ കുറച്ച് പെല്ലറ്റൊക്കെ നമ്മളിട്ട് സെറ്റാക്കുകയാണ്. പെല്ലറ്റ് ഇട്ടിട്ടുണ്ട്. കുറച്ച് കോഴിത്തീറ്റ പിന്നെ നമ്മൾ മിക്സ് ആക്കുന്നത് കോഴിത്തീറ്റയാണ്. അപ്പോൾ കോഴിത്തീറ്റ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇട്ട് കൊടുക്കണം, പൊടിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ മൈദയും ഇട്ട് കൊടുക്കണം. ഉള്ള മൈദ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇട്ട് കൊടുക്കണം. എന്നാലേ പൊടിഞ്ഞ് അധികം പോവുകയും ചെയ്യരുത്. തീറ്റ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കും എന്ന രീതിയിൽ നിൽക്കണം. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ മൈദ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കുഴച്ച് സെറ്റാക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ തീറ്റയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സ്റ്റിക്ക് ശരിയാക്കാം. സ്റ്റിക്ക് നമ്മൾ ശരിയാക്കി എടുക്കുന്നത്. സ്റ്റിക്ക് റെഡിയായി. ഇനി നമ്മളെ റീല് ഷിമാനോൻ്റെ ആണ്. നല്ല റീലാണ്. ഒരു 4-5 വർഷമായിട്ട് നമ്മൾ ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല റീലാണ്. അപ്പോൾ നമുക്ക് ഇതും സെറ്റാക്കാം. ഇപ്പം നമ്മൾ സ്റ്റിക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് സ്പ്രിങ് ആണ് കേട്ടോ. അപ്പം നമ്മൾ ഇതാ സ്പ്രിങ്, അതേപോലെ സ്പൈഡർ എന്നൊക്കെ പറയുന്ന സാധനം, സ്പൈഡർ ഹുക്ക്, അതാണ് നമ്മൾ ഇന്ന് സ്റ്റിക്കിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തീറ്റ നമുക്ക് ഇതിലേക്ക് സെറ്റാക്കാം. നമ്മൾ തീറ്റ സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ ഹുക്ക് നമ്മൾ സെറ്റാക്കണം. ഇതിലേക്ക് തീറ്റയിലേക്ക് ഹുക്ക് നമ്മൾ മെല്ലെ ഇങ്ങനെ ഇറക്കി വെക്കുക. എന്നാലേ നമുക്ക് മീൻ അതിൽ കുടുങ്ങുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഹുക്ക് നേരെ ഇതിലേക്ക് തീറ്റയിലേക്ക് അമർത്തി വെച്ചിട്ട് അങ്ങനെ പൊതിഞ്ഞ് വെക്കാം. സ്പൈഡർ ഹുക്കിൽ അങ്ങനെയാണ് എല്ലാവരും ചെയ്യാറ്. ഹുക്ക് പൊതിഞ്ഞ് വെക്കും. അപ്പോൾ ബൈറ്റ് എടുക്കാൻ വരുന്ന മീൻ അതിൽ കുടുങ്ങുന്നു. അങ്ങനെയാണ്.
അപ്പോൾ തീറ്റ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്പൈഡറിൽ തീറ്റ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് സ്റ്റിക്ക് എറിഞ്ഞിടാം. ബെല്ല് വെച്ചതാ. അതാവുമ്പോൾ ബെല്ല് വെച്ചാൽ നമുക്ക് മീനടിച്ചാൽ അറിയുക. ഞാൻ വരാണെങ്കിൽ വിളിക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീൻ അടിച്ചിട്ടുണ്ട്. ഓ അത്യാവശ്യം നല്ല ചൂണ്ടൊക്കെ എടാ വലിയതാ. ഹായ് ഗേസ്, അപ്പോൾ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് നമുക്ക്. നല്ല അടിപൊളി അത്യാവശ്യം നല്ല സൈസ് മീൻ കേട്ടോ. ചുണ്ട എന്നൊക്കെ പറയുന്ന മീനാണ്. അയ്യോ അങ്ങനെ നമ്മൾ ഗൈസ് വീണ്ടും നമ്മൾ തീറ്റ സെറ്റാക്കി. ഇപ്പോൾ 2-3 തവണ ഇട്ട് നോക്കി, നമുക്ക് എല്ലാത്തിലും മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മളെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചൂണ്ടലിട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് വന്നു. അവരവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരാളവിടെ തീറ്റ സെറ്റാക്കുന്നു. അതിൻ്റെ ഇടയിൽ നമുക്ക് 2-3 മീനൊക്കെ കിട്ടി. നമ്മളെ ഫ്രണ്ട്സുകളെല്ലാവരും യൂസ് ചെയ്യുന്നത് സ്പൈഡർ തന്നെയാണ്. അവർ ഓരോ സ്ഥലത്ത് ചെറിയ കമ്പ് കുത്തി വെച്ചിട്ട് നമ്മളെപ്പോലെ സ്റ്റിക്കല്ല യൂസ് ചെയ്യുന്നത്. അപ്പം ചെറിയ റോളാക്കിയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർ 2-3 സ്ഥലത്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് സ്പൈഡർ. ഇപ്പം ഗൈസ് മീൻ അടിച്ചിട്ടുണ്ട് ഗൈസ്. അടുത്തത് മീൻ പോയില്ലേ ഉണ്ടോ? ചെറിയ കണ്ടറുണ്ട്. ഗൈസ് 2 മീൻ കിട്ടിയിട്ടുണ്ട്. ഒരു ചുണ്ടയും ഒരു കൂട്ടിയാണ്. കൂട്ടിയെന്നൊക്കെ പറയും. അപ്പോൾ ഗൈസ് അടുത്ത മീൻ നമ്മളൊപ്പം വന്ന ആൾക്കാർക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. ചുണ്ട
ഗൈസ് നമുക്കിന്ന് കിട്ടിയ മീനാണിത്. നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്, നമ്മൾ ചൂണ്ടിലിട്ട് വെച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക് എത്രത്തോളം മീൻ കിട്ടുന്നു. അങ്ങനെ നമ്മളെ കൂട്ടുകാരെല്ലാവരും ചൂണ്ടിലിട്ടുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ ഫ്രണ്ട്സ് കുറച്ച് ആൾക്കാർ വേറെ വന്നു. അവരും നമ്മളെ കൂടെ മീൻ പിടിക്കാൻ കൂടി. അങ്ങനെ കൂടെ നിന്നവർക്ക് പിന്നെയും മീൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വീണ്ടും മീൻ അടിച്ചിട്ടുണ്ട്. നോക്കാം മീൻ കിട്ടുന്നത് ഏത് മീനാ നോക്കാം. നമുക്ക് വീണ്ടും കിട്ടിയത് ചെറിയൊരു ചുണ്ടനെയാണ്. ചുണ്ട ഇവിടെ കൂടുതലായും കിട്ടുന്നത് ചുണ്ട തന്നെയാണ്. നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കട്ട് ചെയ്താണ് ഇടുന്നത്. മീൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ചൂണ്ടലിൽ മീൻ അടിച്ചിട്ടുണ്ട്. നമ്മൾ വല്ല കരക്കടുപ്പിക്കുന്ന നോക്കാം ഏതാണ്. 2 മീനുണ്ട്. നല്ലൊരു കടുങ്ങാലിപ്പരലും ചുണ്ടാണ് കിട്ടുന്നത് നമുക്ക് കിട്ടുക. അതിലിടയ്ക്ക് കുറച്ച് പിള്ളേർ വന്നു. അപ്പോൾ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നല്ല ഇരുട്ടായിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം നേരം വൈകി. അപ്പോൾ ഇനി നമുക്ക് പോവാം. അങ്ങനെ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് അടിക്കണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. ബായ്.